മുതലപ്പുഴ തുറമുഖ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക്. ഉദ്യോഗസ്ഥന്മാരോ ആയിരുന്നില്ല. ബഹുമാന്യനായ എൻ്റെ ക്യാബിനറ്റ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ട അവസരത്തിൽ മിനിസ്ട്രിയുടെ തന്നെ സെക്രട്ടറിയോട്, അദ്ദേഹം മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, മിനിസ്ട്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് ലിഖിയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 22ാമത്തെ ദിവസം ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇവിടെ എത്തുവാൻ സാധിച്ചു. ഇവിടെ ജനങ്ങളുമായിട്ട് സംസാരിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. സംസ്ഥാനത്തെ മന്ത്രിയും അതുപോലെ തന്നെ ശ്രീ സജി ചെറിയാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. ശ്രീ സജി ചെറിയാൻ പറഞ്ഞു 2 മാസത്തിനുള്ളിൽ DPR റെഡി. അപ്പം ഞാൻ പറഞ്ഞു മന്ത്രി 2 മാസത്തിനുള്ളിൽ തന്നാൽ ഞാൻ 1 മാസത്തിനുള്ളിൽ കേന്ദ്ര പെർമിഷൻ തരും. അത് തന്നെ സംഭവിച്ചു. അങ്ങനെ പെട്ടെന്ന് ഈ 177 കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്ഷൻ കൊടുത്തു. അതിൽ 106 കോടി കേന്ദ്ര വിഹിതമാണ്, ബാക്കിയുള്ള 71 കോടി കേരള വിഹിതവുമാണ്. ഇതൊരു ബ്ലൂ ഗ്രീൻ, അതായത് നീലക്കടലിൻ്റെത്, കരയിലിടത് പച്ച, ആ രീതിയിൽ പ്രകൃതിയുമായിട്ട് ചേർന്ന ഒരു ഫിഷിംഗ് ഹാർബറാണ്. ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഹാർബറിൽ ഉണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് ഈ ഹാർബർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മത്സ്യപ്രവർത്തകർക്ക് എന്നെന്നും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ആണ് ശാസ്ത്രജ്ഞന്മാർ ഉറപ്പ് തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള പദ്ധതികൾ ധാരാളം ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുതലപ്പുഴയുടെ കാര്യത്തിൽ ഇത്രയും സമഗ്രമായിട്ട് ഇതിൻ്റെ DPR സമർപ്പിച്ച